തിരുവനന്തപുരം കളിയിക്കാവിളയ്ക്ക് സമീപം കാറിനുള്ളിൽ കഴുത്തറുത്ത നിലയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പാപ്പനംകോട് കൈമന സ്വദേശിയായ എസ് ദീപു ആണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് പിന്നിൽ ഗുണ്ടാ സംഘമെന്ന് സംശയം. CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കൂടുതൽ വിവരങ്ങളുമായി നൃപൻ ചേരുന്നു. നൃപൻ, പേരെന്താ? ശ്രീനിധി, ഇന്നലെ രാത്രി 1:30 മണിയോടുകൂടിയാണ് നാടിനെ നടുക്കിയ ഈ ഒരു കൊലപാതക വിവരം വീട്ടുകാരൊക്കെ അറിയുന്നത്. തമിഴ്നാട്ടിൽ വെച്ചാണ് കൊലപാതകം നടന്നത്. ദീപു JCB എടുക്കുന്നതിന് വേണ്ടി, ക്രഷർ യൂണിറ്റ് നടത്തുന്ന ആളാണ്. JCB എടുക്കുന്നതിന് വേണ്ടി തമിഴ്നാട്ടിലേക്ക് പോയതാണ് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ 10 ലക്ഷം രൂപ ഒപ്പമുണ്ടായിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. ഈ പണം തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഗുണ്ടാ സംഘങ്ങൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയെന്നതായിരുന്നു ആദ്യം എന്ന സൂചന. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന സൂചന അങ്ങനെയല്ല. ഗുണ്ടാ സംഘങ്ങൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു. നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ മകൻ മാധവ് തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു, അത് കൊടുക്കാതെ വന്നപ്പോൾ വീണ്ടും സമ്മർദ്ദപ്പെടുത്തി. അവസാനം 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു, അതും നൽകിയില്ല. ഇതിനിടയിൽ മറ്റൊരു ഗുണ്ടാ സംഘം 50 ലക്ഷം രൂപ ദീപുവിനോട് ആവശ്യപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. തമിഴ്നാട്ടിലെ നാഗർകോവിൽ SP നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ദീപുവിന്റെ മൃതദേഹം ഇപ്പോൾ ആശാരിപ്പള്ളത്തെ മെഡിക്കൽ കോളേജിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അടുത്ത ബന്ധുക്കൾ അവിടേക്ക് പോയിട്ടുണ്ട്. പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പകയാണ് ഈ ദീപുവിനെ ഇത്തരത്തിൽ അപായപ്പെടുത്താനുള്ള കാരണമെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ബന്ധുക്കൾ പറയുന്നത് JCB എടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് അങ്ങോട്ട് പോയത്. JCBയുടെ ഡ്രൈവറെ, JCB തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി തമിഴ്നാട്ടിൽ നിന്നൊരു ഡ്രൈവറെ ബന്ധപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു എന്നാണ് ദീപുവിന്റെ ഭാര്യ വിധു പറയുന്നത്. പക്ഷെ അത്തരത്തിലൊരു ഡ്രൈവർ ഇയാളെ ദീപുവിനെ തിരിച്ച് ബന്ധപ്പെട്ടു എന്ന വിവരം ഇല്ല. മറ്റൊരാൾ ദീപുവിന്റെ കാറിൽ മുമ്പ് കയറിയിട്ടുണ്ടെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ, ദീപുവിനെ കൊല ചെയ്യപ്പെട്ട വാഹനത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങി, മുടന്തുള്ള ഒരാൾ ഇറങ്ങി നടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്ന കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഏതായാലും മരണത്തിന്റെ ദുരൂഹത പുറത്തു വരേണ്ടതുണ്ട്. ശ്രീനിത. നൃപൻ, നിലവിൽ തമിഴ്നാട് പോലീസാണോ കേസ് അന്വേഷിക്കുന്നത്? നാഗർകോവിൽ SPയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീമാണ് ഇപ്പോൾ നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. കാരണം സംഭവം നടന്നത് തമിഴ്നാട്ടിൽ വെച്ചാണ്. രാത്രി 1:30 സംഭവം. വളരെ നിഷ്ഠൂരമായ കൊലപാതകമാണ്. കഴുത്ത് പൂർണ്ണമായി അറ്റുപോയ നിലയിലാണ്. മാരകമായ ആയുധം ഉപയോഗിച്ചുകൊണ്ട് വാഹനത്തിൽ സീറ്റ് ബെൽറ്റിൽ തന്നെ മുൻ സീറ്റിൽ ദീപു ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഈ പെട്രോളിംഗിൽ പോകുന്ന പോലീസ് സംഘമാണ് വാഹനം പാർക്ക് ചെയ്യുകയും പാർക്കിംഗ് ലൈറ്റ് ഇട്ട ഒരു വാഹനം അവിടെ കിടക്കുന്നത്, ദുരൂഹ സാഹചര്യത്തിൽ കിടക്കുന്നത് കണ്ടത്. ഇത് നാട്ടുകാർ വിവരം അറിയിച്ചിരുന്നു. പെട്രോളിംഗ് സംഘം, പോലീസ് സംഘം അവിടെ എത്തി പരിശോധിച്ചപ്പോഴാണ് വാഹനത്തിന്റെ മുൻ സീറ്റ് ബെൽറ്റ് ധരിച്ച രീതിയിൽ ദീപുവിനെ കൊല്ലപ്പെട്ട നിലയിൽ കാണുന്നത്. ദീപുവിന്റെ കഴുത്ത് അറ്റ നിലയിലായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് എന്നും ക്രഷർ യൂണിറ്റ് നടത്തുന്ന വ്യക്തിയാണെന്നും അറിയുന്നത്. തുടർന്ന് ബന്ധുക്കളെ ബന്ധപ്പെട്ടു. അപ്പോഴാണ് മരണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നത്. മരണത്തിന്റെ ഞെട്ടലിലാണ് ഭാര്യയും മക്കളും. മക്കൾക്കെതിരെയും നേരത്തെ തന്നെ മക്കളെ തട്ടിക്കൊണ്ടുപോകും എന്ന തരത്തിൽ ഗുണ്ടാ സംഘത്തിന് ഭീഷണി ഉണ്ടായിരുന്നു. ഫോൺ വഴിയാണ് ഭീഷണി ഉണ്ടായിരുന്നു എന്നാണ് മകൻ മാധവ് പറയുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമല്ല. ശരി നൃപൻ, നമുക്ക് ഇപ്പോൾ കൊല്ലപ്പെട്ട ദീപുവിന്റെ മകന്റെ പ്രതികരണം കേൾക്കാം. അന്ന് പറഞ്ഞത് 50 ലക്ഷം കൊടുത്തില്ലെങ്കിൽ വന്ന് കുത്തു തട്ടിക്കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞത്. സംശയം വെച്ചാൽ മറ്റേ JCB വാങ്ങാൻ അയാൾ മാത്രമാണ്.